കേരളത്തിലെ കലാരൂപങ്ങൾ: ശാസ്ത്രീയ കലകൾ, അനുഷ്ഠാന കലകൾ, നാടൻ കലാരൂപങ്ങൾ, ആയോധനകല. ശാസ്ത്രീയ കലകൾ: ആദ്യത്തേത് കഥകളി, കേരളത്തിന്റെ തനത് കലാരൂപം. ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്നു. ആദ്യകാലത്ത് വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെട്ടു. ആദ്യകാല രൂപം രാമനാട്ടം. സാഹിത്യരൂപം ആട്ടക്കഥ. രാമനാട്ടം രചിച്ച ഭാഷ മലയാളം. കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ട്. പ്രധാന വാദ്യോപകരണങ്ങൾ ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, ചേങ്ങില. രാമനാട്ടം എന്ന കലാരൂപത്തിന് രൂപം നൽകിയ വ്യക്തി കൊട്ടാരക്കര തമ്പുരാൻ. ആട്ടക്കഥ രചിച്ച ഏക വനിത കുട്ടിക്കുഞ്ഞിത്തങ്കച്ചി, ഇരയിമ്മൻ തമ്പിയുടെ മകൾ. ശാസ്ത്രീയ കലകളിൽ രണ്ടാമത്തേത് മോഹിനിയാട്ടം. കേരളത്തിൽ ഉത്ഭവിച്ച കലാരൂപം. ലാസ്യനൃത്തരൂപം എന്നറിയപ്പെടുന്നു. മോഹിനിയാട്ടത്തിന്റെ മാതാവ് കല്യാണിക്കുട്ടിയമ്മ. കേരളത്തിലെ ഏക ശാസ്ത്രീയ സ്ത്രീ നൃത്തകല. ദേവദാസി സമ്പ്രദായത്തിൽ ഉടലെടുത്തു. ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപം. മൂന്നാമത്തേത് കൂടിയാട്ടം. അഭിനയത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നു. വിശ്വമാനവികതയുടെ അനശ്വര പൈതൃകം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചു. പ്രധാന വാദ്യോപകരണം മിഴാവ്. കൂടിയാട്ടത്തിന്റെ കുലപതി അമ്മന്നൂർ മാധവ ചാക്യാർ. കൂടിയാട്ടത്തിലെ സ്ത്രീവേഷം നങ്ങ്യാർ. നാലാമത്തേത് ഓട്ടംതുള്ളൽ. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നു. വാദ്യോപകരണം മദ്ദളം, കുഴിതാളം. ഓട്ടംതുള്ളൽ രൂപം നൽകിയത് കുഞ്ചൻ നമ്പ്യാർ. രണ്ടാമത്തെ വിഭാഗം അനുഷ്ഠാന കലകൾ. അതിൽ ഒന്നാമത്തേത് തെയ്യം. നൃത്തം ചെയ്യുന്ന ദേവത എന്നറിയപ്പെടുന്നു. തെയ്യങ്ങളുടെ നാട് കണ്ണൂർ. പത്മശ്രീ നേടിയ ആദ്യ തെയ്യം കലാകാരൻ EP നാരായണൻ. 2024 പത്മശ്രീ ലഭിച്ചു. സ്ത്രീകൾ കൊട്ടിയാടുന്ന തെയ്യക്കോലങ്ങൾ ദേവക്കൂത്ത്. തെയ്യം മ്യൂസിയം കണ്ണൂർ. ആദ്യ ചടങ്ങ് അടയാളം കൊടുക്കുക. തെയ്യത്തിന്റെ അവസാന ചടങ്ങ് മുടിയെടുക്കൽ. മൂന്നാമത്തേത് പടയണി. പടയണിക്ക് പ്രസിദ്ധമായ നാട് കടമ്മനിട്ട, പത്തനംതിട്ട. തെയ്യവുമായി സാമ്യമുള്ള കലാരൂപം. കവുങ്ങിൻ പോള കൊണ്ടുണ്ടാക്കിയ കോലങ്ങളാണ് പ്രധാനം. വാദ്യോപകരണം തപ്പ്. മൂന്നാമത്തേത് മുടിയേറ്റ്. 2010 യുനെസ്കോയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃകങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാടായി നടത്തുന്നു. വാദ്യോപകരണം ചെണ്ട, തുടി, ഇലത്താളം, മദ്ദളം. മൂന്നാമത്തെ വിഭാഗം നാടൻ കലകൾ. ഒന്നാമത്തേത് തിരുവാതിരക്കളി. ധനുമാസത്തിലെ തിരുവാതിര നാളിലും ഓണാഘോഷങ്ങളിലും അവതരിപ്പിക്കുന്നു. നിലവിളക്കിന് ചുറ്റും കേരള സാരിയും മുല്ലപ്പൂവും വട്ടപ്പൊട്ടും വള്ളംകളിയുടെ പാട്ടുമായി അവതരിപ്പിക്കുന്നു. രണ്ടാമത്തേത് ഒപ്പന. മുസ്ലിം സമുദായത്തിന്റെ വിവാഹത്തോടനുബന്ധിച്ച് പാടി അഭിനയിക്കുന്ന നൃത്തം. മൂന്നാമത്തേത് മാർഗം കളി. സിറിയൻ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പാരമ്പര്യ നൃത്തം. നിലവിളക്കിന് ചുറ്റും നിന്ന് ചട്ടയും മുണ്ടും വേഷവിധാനത്തോടെ അവതരിപ്പിക്കുന്നു. നാലാമത്തേത് കോൽക്കളി. വടികൾ തമ്മിൽ തട്ടി പാട്ടിനൊത്ത് താളത്തിൽ കളിക്കുന്ന കലാരൂപം. ചവിട്ടുനാടകം. ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ കഥകൾ പറയുന്ന ഒരു സംഗീത നാടകരൂപം. പോർച്ചുഗീസുകാർ സംഭാവന ചെയ്തു. ആറാമത്തേത് കാക്കാരിശി നാടകം. നാടോടി നാടകം. ഹാസ്യത്തിന് പ്രാധാന്യം നൽകുന്നു. ഏഴാമത്തേത് പുള്ളുവൻ പാട്ട്. പുള്ളുവർ ദൈവങ്ങളെയും സർപ്പങ്ങളെയും പ്രകീർത്തിച്ചു പാടുന്ന പാട്ട്. നാലാമത്തെ വിഭാഗത്തിൽപ്പെട്ട കലാരൂപമാണ് ആയോധനകല. അതിൽ കളരിപ്പയറ്റ്, മെയ്ത്താരി അല്ലെങ്കിൽ ശരീരവഴക്കം, കോൽത്താരി അല്ലെങ്കിൽ ചെറിയ ആയുധങ്ങൾ, അങ്കത്താരി അല്ലെങ്കിൽ ലോഹ ആയുധങ്ങൾ എന്നിങ്ങനെ 3 ഘട്ടങ്ങളായാണ് പരിശീലനം. ശരീരത്തിലെ ജീവൽ പ്രധാനമായ 108 മർമ്മങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവ് ലഭിക്കുന്നു. കേരളത്തിന്റെ തനത് ആയോധന കലയാണ് കളരിപ്പയറ്റ്.